കേരള എൻട്രൻസിൻ്റെ അതായത് കീമിൻ്റെ വിവിധ കോഴ്സുകളിലേക്ക് അപേക്ഷ സമർപ്പിച്ചവരായിരിക്കും നിങ്ങൾ. എഞ്ചിനീയറിംഗ്, ആർക്കിടെക്ചർ, ഫാർമസി, മെഡിക്കലിനൊക്കെ അപേക്ഷ സമർപ്പിച്ചവരായിരിക്കും നിങ്ങൾ. പക്ഷേ എന്തെങ്കിലും കാരണം കൊണ്ട് നിങ്ങൾക്ക് നിങ്ങളുടെ സ്പെഷ്യൽ കോട്ട, അതായത് NRI കോട്ട, മൈനോറിറ്റി കോട്ട, കാറ്റഗറി കോട്ട ക്ലെയിമുകൾ നടപ്പിലാക്കാൻ സാധിക്കാത്തവരാണ് നിങ്ങളെങ്കിൽ നിങ്ങൾക്ക് ഒരിക്കൽ കൂടി ഈ അപേക്ഷയോടൊപ്പം ഈ ഒരു കോട്ട കൂടി ആഡ് ചെയ്യാനുള്ള അവസരം CAയുടെ വെബ്സൈറ്റിൽ ഒരുങ്ങിയിട്ടുണ്ട്. അതിനായിട്ട് നിങ്ങൾ നിങ്ങളുടെ കാൻഡിഡേറ്റ് പോർട്ടലിൽ കയറിയിട്ട് ആപ്ലിക്കേഷൻ നമ്പറും പാസ്വേഡും നൽകിയിട്ട് റിസർവേഷൻ ക്ലെയിം എന്ന മെനു ഐറ്റം ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് താഴെ പറയുന്നത്, അതായത് NRI കോട്ട, അതുപോലെ തന്നെ മൈനോറിറ്റി, അതുപോലെ തന്നെ കാറ്റഗറി ക്ലെയിമുകൾ ആവശ്യാനുസരണം നിങ്ങൾക്ക് കൂട്ടിച്ചേർക്കാനായിട്ട് സാധിക്കും. അതായത് കൂട്ടിച്ചേർക്കുക മാത്രമല്ല, ഈ ഒരു ക്ലെയിമുകൾ സപ്പോർട്ട് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള ഡോക്യുമെൻറ്റ്സ് കൂടി നിങ്ങൾ കൈവശം കരുതേണ്ടതായിട്ടുണ്ട്, സമർപ്പിക്കേണ്ടതായിട്ടുണ്ട്. അതായത് കമ്മ്യൂണിറ്റി സർട്ടിഫിക്കറ്റ്, അതുപോലെ തന്നെ നോൺ ക്രിമിനൽ സർട്ടിഫിക്കറ്റ്, ഇനി EWS കോട്ട വേണ്ടവരാണെങ്കിൽ EWS സർട്ടിഫിക്കറ്റ്, പിന്നെ NRI കോട്ടയുടെ ഇതാണ് വേണ്ടതെന്നുണ്ടെങ്കിൽ അതിൻ്റെ സപ്പോർട്ടിംഗ് ഡോക്യുമെൻറ്റ്സ്, പിന്നെ മൈനോറിറ്റി കോട്ടയാണ് വേണമെങ്കിൽ അതിൻ്റെ സപ്പോർട്ടീവായിട്ടുള്ള ഡോക്യുമെൻറ്റ്സ് നിങ്ങൾ സമർപ്പിക്കണം. ഈ ഒരു രേഖകളൊക്കെ സമർപ്പിക്കാനുള്ള അവസാന തീയതി എന്ന് പറയുന്നത്, ഈ ഒരു ക്ലെയിമുകൾ കൂട്ടിച്ചേർക്കാനും രേഖകൾ സമർപ്പിക്കാനും ഒക്കെ ഉള്ള അവസാന തീയതി എന്ന് പറയുന്നത് 24/6/2024 വൈകുന്നേരം 6 മണി വരെയാണ്. അതായത് ഈ വരുന്ന ജൂൺ 24 വൈകുന്നേരം 6 മണി വരെയാണ് ഇതിനുള്ള സമയം നിങ്ങൾക്കായിട്ട് ഒരുക്കിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ പിന്നീട് ഇങ്ങനൊരു അവസരം, അതായത് ഈ ഒരു ക്ലെയിമുകൾ കൂട്ടിച്ചേർക്കാനുള്ള അവസരം പിന്നീട് ലഭിക്കത്തില്ല എന്നും ഇവിടെ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് എല്ലാവരും തന്നെ മാക്സിമം നിങ്ങൾക്ക് എന്തെങ്കിലും ക്ലെയിം ചെയ്യാനുണ്ടെങ്കിൽ NRI കോട്ടയോ, മൈനോറിറ്റി കോട്ടയോ, കമ്മ്യൂണിറ്റി കോട്ടയോ ഇനി പ്രത്യേകിച്ച് ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ സപ്പോർട്ടിംഗ് ഡോക്യുമെൻറ്റ്സോട് കൂടി ഇവിടെ ആഡ് ചെയ്യാനായിട്ടും ഈ ഒരു റിസർവേഷൻ ക്ലെയിം ചെയ്യാനായിട്ടും സാധിക്കും.